നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രധാനപ്പെട്ട കൺഫ്യൂഷൻ ഉണ്ടാക്കിയ രണ്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇന്നലെ +2 ലെവൽ പ്രിലിംസിന് നടന്ന ഈ 37 38 ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ, അതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് ഈ കണക്ക് ചെയ്തത്, അതുപോലെ ഹൈഡ്രജൻ സ്പെക്ട്രം ഏത് പോർഷനിൽ നിന്നാണ് SCRT വന്നിട്ടുള്ളതെന്ന് കാണിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഏത് ശ്രേണിയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യത്തിൻ്റെ പരിധിയിൽ വരുന്നത്. അപ്പോൾ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്നത് സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ആറ്റത്തിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചു പോയി. അപ്പോൾ +1 +2നകത്ത് +1ൽ കെമിസ്ട്രിയിലും +2ൽ ഫിസിക്സും നമുക്ക് ഹൈഡ്രജൻ സ്പെക്ട്രം പഠിക്കാനുണ്ട്. അപ്പോൾ ഏത് ശ്രേണിയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഏത് ശ്രേണി അഥവാ സീരീസിലാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗ ദൈർഘ്യം അഥവാ വേവ് ലെങ്തിൻ്റെ പരിധിയിൽ വരുന്നത്? അത് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ്. അതായത് ഇത് നമ്മുടെ +1 ടെക്സ്റ്റ് ബുക്കാണ് കേട്ടോ. +1 ടെക്സ്റ്റ് ബുക്കാണ്. +1 ടെക്സ്റ്റ് ബുക്ക് കെമിസ്ട്രിയാണ് ഇവിടെ തന്നിരിക്കുന്നത്. ആ കെമിസ്ട്രിക്കകത്ത് പേജ് രണ്ടാമത്തെ യൂണിറ്റ് പേജ് നമ്പർ കൂടെ പറയാം, 56നകത്താണ് ഇത് കിടക്കുന്നത്. ഞാനൊന്ന് സൂം ചെയ്ത് കാണിക്കാം. ഹൈഡ്രജത്തിൻ്റെ രേഖാ സ്പെക്ട്രം എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിൽ നിന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പം നമ്മളോട് ചോദിച്ചിരുന്ന ക്വസ്റ്റ്യന് ലൈമാൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, ബാമർ സീരീസ് ഇവയൊന്നുമല്ല എന്നാണ്. ആൻസർ വന്നിരിക്കുന്നത് ബാമർ സീരീസ് ആണ്. ദൃശ്യപ്രകാശം അവിടെ കൃത്യമായി പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇവിടെയാണത് കിടക്കുന്നത്, ഹൈഡ്രജന്റെ രേഖാ സ്പെക്ട്രം. ജസ്റ്റ് ഒന്ന് നോക്കാം. വാതക ഹൈഡ്രജനിലൂടെ വൈദ്യുത ഡിസ്ചാർജ് കടന്നു പോകുമ്പോൾ H2 തന്മാത്രകൾ വിഘടിക്കുകയും ഉത്തേജിതമായ ഹൈഡ്രജൻ ആറ്റങ്ങൾ ചില നിശ്ചിത ആവൃത്തി അഥവാ ഫ്രീക്വൻസികളുള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ മാത്രം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഗ്യാസ് ഫോമിലുള്ള ഹൈഡ്രജനിലൂടെ വൈദ്യുതി കടന്നു പോകുമ്പോൾ H2 തന്മാത്രകൾ വിഘടിക്കുകയും ഈ ഉത്തേജിതമായിട്ടുള്ള, അതായത് വിഘടിച്ച ഈ ഒരു ഹൈഡ്രജൻ ആറ്റങ്ങൾ ചില നിശ്ചിത ഫ്രീക്വൻസി ഉള്ള വൈദ്യുത കാന്തിക വികിരണങ്ങൾ മാത്രം പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ വികിരണങ്ങൾ കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞന്മാരുടെ പേരിലാണ് ഈ ഒരു രേഖാശ്രേണി അഥവാ സീരീസ് ഹൈഡ്രജൻ സ്പെക്ട്രത്തിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. +1 +2ലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ബാമർ സീരീസ്, ലൈമാൻ സീരീസ്, ബ്രാക്കറ്റ് സീരീസ്, പാച്ച്മൻ സീരീസ്. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ സ്പെക്ട്രൽ രേഖകളെ തരംഗ സംഖ്യകളിൽ നമ്മൾ ഈ ഒരു ചിഹ്നത്തിൽ റെപ്രസെൻ്റ് ചെയ്യും. സൂചിപ്പിക്കാമെങ്കിൽ ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ദൃശ്യമായ രേഖകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രേഖകൾ ചുവടെ കൊടുത്തിരിക്കുന്ന സൂത്രവാക്യം അനുസരിക്കുമെന്ന് പരീക്ഷണ നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ 1885 ബാമർ തെളിയിച്ചു. അപ്പോൾ ഈ ഇക്വേഷനൂടെ പഠിച്ചു വയ്ക്കുക. ബാമറിൻ്റെ ഇക്വേഷനാണിത്. ന്യൂ ബാർ = 109677 ബ്രാക്കറ്റിൽ 1/2² - 1/n² സെൻറ്റിമീറ്റർ. ഇവിടെ n എന്ന് പറഞ്ഞാൽ 3 അല്ലെങ്കിൽ അതിലും വലുതോ ആയ ഒരു പൂർണ്ണസംഖ്യയാണ്. അതായത് ന്യൂ = 3, 4, 5 എങ്ങനെ വേണേലും ആവാം. അപ്പോൾ ഈ സൂത്രവാക്യം വിവരിക്കുന്ന രേഖകളുടെ ശ്രേണിയെ നമ്മൾ ബാമർ ശ്രേണി എന്ന് വിളിക്കുന്നു. ബാമർ സീരീസ്. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ ബാമർ ശ്രേണിയിലെ രേഖകൾ മാത്രമാണ് വിദ്യുത് കാന്തി സ്പെക്ട്രത്തിൻ്റെ ദൃശ്യമേഖലയിൽ കാണാനാവുന്നത്. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കാം. ഹൈഡ്രജൻ സ്പെക്ട്രത്തിൻ്റെ ഏത് ശ്രേണിയാണ് ദൃശ്യപ്രകാശത്തിൻ്റെ തരംഗദൈർഘ്യം പരിധിയിൽ വരുന്നത്? ഓപ്ഷൻ ബി ബാമർ ശ്രേണി. അപ്പോൾ +1 ടെക്സ്റ്റ് ബുക്കിലും ഉണ്ട്, +2നകത്ത് ഫിസിക്സിനകത്ത് ആറ്റത്തിനകത്തും ഇതേ കാര്യം തന്നെ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ ഇനിയും ഡിഗ്രിക്കൊക്കെ പഠിക്കുന്നവർ ശ്രദ്ധിക്കുക, ഇത് കൃത്യമായിട്ടൊന്ന് നോക്കിയിട്ട് പോകാനായിട്ടൂടെ ഓർക്കുക. ഈ ഒരു ചാപ്റ്ററൊക്കെ നിങ്ങളൊന്ന് ഓടിച്ചിട്ട് നോക്കുമെങ്കിലും ചെയ്യണം. ഇനിയും ക്വസ്റ്റ്യൻ നമ്പർ അടുത്തതൊന്ന് ശ്രദ്ധിക്കുക. 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും 50 ഗ്രാം ഭാരമുള്ള കല്ല് താഴെ ഇടുമ്പോൾ അതിൻ്റെ പ്രവേഗം ഏകദേശം എത്രയായിരിക്കുമെന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. നമുക്കറിയാം, നമ്മൾ പടമൊക്കെ വരച്ച് നോക്കുമായിരിക്കും. അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് ഫിസിക്സ് ഒക്കെ അറിയാവുന്നവർക്ക് അറിയാമല്ലോ. അതായത് നമുക്കറിയാം, ഒരു പൊസിഷനിൽ, ഒരു ഉയരത്തിലിരിക്കുന്ന പൊസിഷനിലിരിക്കുന്ന ഒരാൾക്ക് പൊട്ടൻഷ്യൽ എനർജി ആണുള്ളത്. അത് താഴേക്ക് മൂവ് ചെയ്യുന്നതുകൊണ്ട് അത് കൈനറ്റിക് എനർജി ആയിട്ട് മാറും എന്നൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പോൾ 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും 50 ഗ്രാം ഭാരമുള്ള കല്ല് താഴെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി അഥവാ പ്രവേഗം എത്രയായിരിക്കുമെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. H = v² / 2g എന്നാണ് ഇവിടുത്തെ ഇക്വേഷൻ. എന്താണ്? H = v² / 2g ഇട്ടാണ് ഇവിടെ ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഗ്രാം ഭാരം എന്നൊക്കെ നമുക്ക് തന്നിരിക്കുന്നതേ ഉള്ളൂ. അത് ഉപയോഗിച്ചില്ലെങ്കിലും സാരമില്ല, നമുക്ക് ആൻസർ കിട്ടും. സോ ഇക്വേഷനെ നമുക്ക് ഒന്ന് റീഅറേഞ്ച് ചെയ്തെടുക്കാം. നമുക്ക് വേണ്ടത് v² ആണല്ലോ, വെലോസിറ്റി ആണല്ലോ. സോ v² = എങ്ങനെ എഴുതാൻ പറ്റും? 2g × h എന്ന് എഴുതിക്കൂടെ?
ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്യുമ്പം h is equal to h എന്ന് പറഞ്ഞാൽ ഹൈറ്റ്, v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, g എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ v സ്ക്വയർ is equal to 2g into h എന്ന് എഴുതാം. സോ v is equal to root of എന്ന് എഴുതാം 2gh എന്ന് എഴുതിക്കൂടെ? ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. v സ്ക്വയർ is equal to 2gh. സോ v is equal to root of 2gh എന്ന് എഴുതാം. ഇനി തന്നിരിക്കുന്ന ഇക്വേഷനകത്ത് v is equal to root of 2 into ജിയുടെ വാല്യൂ നമ്മൾ അറിയത്തില്ലെങ്കിൽ, തന്നിട്ടില്ലെങ്കിൽ 9.8 ആയിട്ടാണ് എടുക്കേണ്ടത്. ഇൻറ്റു h എത്രയാണ്? 30 മീറ്റർ ആണ് തന്നിരിക്കുന്നത്. സോ ആൻസർ എന്ന് പറയുന്നത് റൂട്ട് ഓഫ് 558 എന്ന് വരും. റൂട്ട് ഓഫ് 588. ഇത് ചെയ്തു വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 24.248 എന്നുള്ള രീതിയിലാണ്. അപ്പം 4-നപ്പുറത്ത് 8 വന്നുകൊണ്ട് 25 വേണമെങ്കിൽ നമുക്ക് എടുക്കാം. സോ ഓപ്ഷൻ ബി 24.25 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒന്നുകൂടെ പറയാം. 30 മീറ്റർ ഉയരമുള്ള ഒരു കെട്ടിടത്തിൽ നിന്നും 50 ഗ്രാം ഭാരമുള്ള കല്ല് താഴെ എത്തുമ്പോൾ അതിൻ്റെ വെലോസിറ്റി ഏകദേശം എത്രയായിരിക്കും? അപ്പം എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് പോകുന്നത് mgh എന്നുള്ള ഒരു ഇക്വേഷൻ ആയിരിക്കും. അത് നമുക്ക് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുന്നത് mgh ആയിരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഹൈറ്റും വെലോസിറ്റി കണ്ടുപിടിക്കാനും അതുപോലെ ആ ഒരു ഹൈറ്റും വെലോസിറ്റിയും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ വരുമ്പോൾ നിങ്ങൾ ആദ്യം ഈ ഒരു ഇക്വേഷൻ ഓർക്കുക. h is equal to v square divided by 2g, v square is equal to 2gh, v is equal to root of 2gh, v is equal to 2 into ജിയുടെ വാല്യൂ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് 10 മീറ്റർ പെർ സെക്കൻഡ് എന്നോ ഒന്നും തന്നില്ലെങ്കിൽ നിങ്ങൾ എത്ര എടുക്കണം? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.8 എന്ന് എടുക്കുക. അതുകൊണ്ട് ഇൻറ്റു 30 മീറ്റർ ആണ് ഉയരം. ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ റൂട്ട് ഓഫ് 588 കിട്ടും. ആൻസർ 24.248 ആണ്. അതായത് 248 വന്നതുകൊണ്ട് 8 ആയതുകൊണ്ട് 5-ന് മുകളിൽ കിടക്കുക ആയതുകൊണ്ട് നമുക്ക് 25 എന്ന് എടുക്കാം. സോ ആൻസർ ഓപ്ഷൻ ബി 24.25 ആണ്. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻ മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. അത് രണ്ടുമാണ് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ഡൗട്ട് തോന്നിയ 2 ക്വസ്റ്റ്യൻ.